ഹായ്! മീഷോയിൽ നിന്നും പർച്ചേസ് ചെയ്തിട്ടുള്ള വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു കോട്ടൺ സാരിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കോട്ടൺ സാരി ലവേഴ്സ് എല്ലാവരും ഓടി വന്നോളൂ. അപ്പോൾ ഇതാണ് അൺബോക്സിങ് നടക്കുകയാണ്. അപ്പോൾ ഇതാണ് സാരിയുടെ കളർ വരുന്നത്. സാധാരണ എപ്പോഴും ഡാർക്ക് കളേഴ്സാണ് കൂടുതലും കോട്ടൺ സാരിയിൽ എപ്പോഴും നമുക്ക് കാണുമ്പോഴും യൂസ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് അട്രാക്ഷൻ തോന്നുന്നത്. പക്ഷേ ഇത് വെറൈറ്റി ആയിട്ട് ഞാനൊന്ന് മാറ്റി പിടിച്ച് നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു ലൈറ്റ് ലാവെൻഡർ ഷെയ്ഡാണ്. ലാവൻഡർ ഷെയ്ഡിനെ കൂടുതൽ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഗോൾഡ് ഒന്നുമല്ല, സിൽവർ കസവാണ് കൊടുത്തിരിക്കുന്നത്. ഇത് മുന്താണി, അതായത് നമ്മുടെ പല്ലുവാണ് കാണുന്നത്. ഈ മുന്താണിയിൽ ഫുള്ള് ഇതുപോലെ ഒരു സിമ്പിൾ വർക്കാണ് കൊടുത്തിരിക്കുന്നത്. ഒരുപാട് അങ്ങനെ ഒത്തിരി കസവ് കൊടുത്തിട്ടോ അങ്ങനെ ഭയങ്കര കല്യാണത്തിനൊക്കെ യൂസ് ചെയ്യുന്ന സാരികൾ പോലെ ആക്കിയിട്ടൊന്നുമില്ല. വളരെ സിമ്പിളാണ്, നമുക്ക് ഓഫീസ് യൂസിനും അതല്ല അത്യാവശ്യം ഒരു എലഗൻ ലുക്ക് തരുന്ന ഒരു സാരിയാണ്. ഇതിന് ഇടയ്ക്കിടയ്ക്ക് ബുട്ടാസ് അല്ല, ഒരു തരം ഒരു ഗോപി ഡിസൈൻ പോലെ ഇങ്ങനെ സിൽവറിൻ്റെ ആ ഒരു കസവ് പോയിട്ടുണ്ട്. അത് മുന്താണിയിലുടനീളം പോയിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ബാക്കി പ്ലീറ്റ്സ് ഒക്കെ വരുന്ന ഭാഗത്തും ചെറുതായിട്ട് അങ്ങനെ പോയിട്ടുണ്ട്. ഇതിൻ്റെ ലെങ്ത് വരുന്നത്, അതായത് സാരിയുടെ ലെങ്ത് വരുന്നത് 5.5 മീറ്റർ ഉണ്ട്. അത്യാവശ്യം നല്ല ലെങ്ത് വന്നിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത വിത്ത് ബ്ലൗസ് വന്നിട്ടുണ്ട്. ഈ 5.5 പുറമെ വിത്ത് ബ്ലൗസും കൂടെ വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല ലെങ്ത്തിൽ നമുക്ക് തയ്ക്കാനുള്ള മെറ്റീരിയൽ അവർ കൊടുത്തിട്ടുണ്ട്. സാരി എന്ന് പറഞ്ഞാൽ വളരെ സോഫ്റ്റ് ആണ്, നമുക്ക് ഒതുങ്ങി നിൽക്കുന്ന ടൈപ്പിലുള്ള ഒരു മെറ്റീരിയൽ ആണ്. നമുക്ക് പെട്ടെന്ന് എടുത്ത് ഉടുത്തിട്ട് പോകാൻ സാധിക്കും. സാധാരണ കോട്ടൺ സാരി ഉടുക്കുമ്പോൾ നമുക്ക് ഹെൽപ്പിന് ഒരാളിനെയും കൂടെ നിർത്തേണ്ട ആവശ്യം വരും. കാരണം പ്ലീറ്റ്സ് ഒക്കെ പിടിക്കാനും ചിലപ്പോൾ ഉടുത്തു വരുമ്പോൾ അവിടെ നിൽക്കത്തില്ല, സാരി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും, അങ്ങനെ ഒന്നും ഉണ്ടാവത്തില്ല. ഇത് കറക്റ്റ് നമ്മളെങ്ങനെ ഉടുക്കുന്നോ അതുപോലെ നിൽക്കുന്ന ഒരു മെറ്റീരിയലാണ്. ഭയങ്കര കട്ടി എന്ന് പറയുവാണെങ്കിൽ അങ്ങനെയില്ല. വൺ പ്ലീറ്റ്, അതായത് നമ്മളിങ്ങനെ അഴിച്ചിടുകയാണെന്നുണ്ടെങ്കിൽ, ഒറ്റ സ്പ്ലീറ്റ് ഇടുകയാണെങ്കിൽ ചെറിയതായിട്ട് കാണാം. അത് ഒരുപക്ഷെ ഞാൻ വൈറ്റ് കളറിലെ ബ്ലൗസ് ഇട്ടത് കൊണ്ടായിരിക്കാം. ഇതിൻ്റെ വിത്ത് ബ്ലൗസ് ഇതല്ല. ഇതിൻ്റെ വിത്ത് ബ്ലൗസ് എടുത്തിട്ട് തയ്പ്പിച്ചിടുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ അത്ര അറിയാൻ പറ്റില്ല. ഇത് വൈറ്റ് ആയതുകൊണ്ടാണ് കുറച്ച് ട്രാൻസ്പെറൻ്റ് ആയിട്ട് നമുക്ക് തോന്നുന്നത്. ഇത് സത്യം വളരെ പെട്ടെന്ന് ഞാൻ ഉടുത്തതാണ്, വേഗത്തിൽ ഉടുക്കാൻ സാധിക്കും. ഇതാണ് മുന്താണി വരുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ വർക്ക്. വളരെ എനിക്കിഷ്ടപ്പെട്ടു. നല്ല ലൈറ്റ് കളറാണ്. ഈ സ്ക്രീനിൽ കാണുന്നതിനേക്കാളും ഒരു അല്പം കൂടെ കളറുണ്ട്, ഒരു ശക്കലം കൂടി. അത്രയ്ക്ക് മനോഹരമായിട്ടുള്ളതാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് വളരെ അഫോർഡബിൾ ആണ്. വെറും 400 രൂപ മാത്രമേ ഉള്ളൂ. അപ്പോൾ താല്പര്യമുള്ളവരെല്ലാവരും പർച്ചേസ് ചെയ്ത് നോക്കുക. ബൈ ടാറ്റാ.